ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യമില്ല. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമായി 2 ജാമ്യാപേക്ഷയാണ് സുധീഷ് കുമാർ സമർപ്പിച്ചിരുന്നത്. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച് അറിയാനാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിഗൂഢമായ വൻ തട്ടിപ്പാണ് നടന്നത്. എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല? അറസ്റ്റിലായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ ഇതുവരെ CPM നടപടിയെടുത്തില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അവർക്ക് പൂർണ്ണമായ അറിവുണ്ട്, അല്ലെങ്കിൽ അവരുടെ പങ്ക് വളരെ വ്യക്തമായ കാര്യമാണ്. അത്തരം പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ പോലും അവരെ സംരക്ഷിക്കാനാണ്, മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ഈ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ മുൻ മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണായുധമാക്കാൻ UDF. പാർലമെന്റ് കവാടത്തിൽ UDF MPമാർ പ്രതിഷേധിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂർത്തിയേ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുള്ള UDF പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് പാർലമെന്റ് മകർദോറിൽ ധർണ നടത്തിയത്. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശബരിമല അമ്പലത്തിലെ സ്വർണ്ണ പാളികൾ മോഷണം പോയി. അതോടൊപ്പം തന്നെ സ്വർണ്ണ പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അത് ചെമ്പ് പാളികളാക്കി മാറ്റിക്കൊണ്ടുവന്നു. വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഈ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ വേദനിപ്പിച്ചു, അവരുടെ വിശ്വാസത്തിന് മുറിവേറ്റു. ഈ സാഹചര്യത്തിൽ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇപ്പോൾ 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ CPM നേതാക്കൾ ജയിലിലാണ്. അതോടൊപ്പം തന്നെ CPMന്റെ സഹയാത്രികയായ CPMനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജയിലിലാണ്. ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ഇതുവരെയും ജാമ്യം കൊടുത്തിട്ടില്ല. അതിനർത്ഥം കോടതി ഇതുവരെയും ജാമ്യം കൊടുക്കാത്തതിനർത്ഥം ഇവരെ പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CPMന്റെ സീനിയർ ലീഡേഴ്സാണ് അറസ്റ്റ് ചെയ്ത് ജയിലായിരിക്കുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സിഡ്നിയിലുണ്ടായ വെടിവെപ്പ്. ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെ ബൂണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. പൗരരുടെ സുരക്ഷ ചോദ്യചിഹ്നത്തിലായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. പ്രാദേശിക സമയം വൈകുന്നേരം 6:30ഓടെയാണ് ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിലേക്ക് ആക്രമണമുണ്ടായത്. 16 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. അച്ഛനും മകനുമായ സാജിദ് അക്രം, നവീദ് അക്രം എന്നിവരാണ് അക്രമികളെന്ന് പോലീസ് കണ്ടെത്തി.